ഹായ് ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. നമ്മളെല്ലാവരും 2025 പ്രവേശിക്കാൻ നിൽക്കുകയാണല്ലേ. അതിൻ്റെ ഒരു ആവേശം നമ്മളിൽ എല്ലാവരും ഉണ്ടാകും അല്ലേ. 2024 പ്രവേശിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതേ ആഗ്രഹം 2025 ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ 2024 ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ആ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ ഒരുപാട് സഹോദരീ സഹോദരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? ഇന്ന് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വാഹന അപകടങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. റോട്ടിലെ നിയമങ്ങൾ ആരും പാലിക്കുന്നില്ല. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുൻകൂട്ടി സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം അവർ നോക്കിക്കണ്ടു. എന്നാൽ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ, അവരുടെ എന്താ പറയുക കുടുംബത്തെ പറ്റി ചിന്തിക്കാതെ വാഹനങ്ങളിലൂടെ ചീറിപ്പാഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കാത്ത് നമ്മുടെ അമ്മയുണ്ടാകും, അച്ഛനുണ്ടാകും, സഹോദരി ഉണ്ടാകും, സഹോദരൻ ഉണ്ടാകും, ഭാര്യ ഉണ്ടാകും, കുട്ടികളുണ്ടാകും. എന്നാൽ നമ്മൾ വാഹനത്തിൽ കയറി നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇവരെല്ലാവരും നമ്മൾ മറന്നു പോവുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറക്കുമ്പോഴാണ് റോട്ടിലെ നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സത്യസന്ധതയോട് കൂടി നമ്മൾ റോഡിലെ നിയമങ്ങൾ സത്യസന്ധതയോട് പുലർത്തുകയും അമിത വേഗതയിൽ വാഹനം ഓടിച്ചു പോകാതെ നമ്മൾ വളരെ പതുക്കെ, നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വാഹനം കൊണ്ട് നമുക്ക് പതിയെ പോയാൽ മതി. എന്നാൽ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും വൈകി ഇറങ്ങുമ്പോൾ ആണ് അമിത വേഗതയിൽ നമ്മൾ വാഹനമിട്ട് പോകുമ്പോൾ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം, വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെടുത്തരുത്. 2025 നിന്നും 2026 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു വലിയ ആഗ്രഹങ്ങളും നിങ്ങളുടെ സക്സസ്സിലേക്ക്, നിങ്ങളുടെ വിജയത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ചുവടുവെപ്പുകളുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റോഡിൽ ജീവിതം പൊലിയാൻ വേണ്ടിയല്ല നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.